സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഖേദിക്കുന്നുണ്ടോ? ഇപ്പോ ഒരു അനവസരത്തിലായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഒരു വർഷം വടക്കനാഥന്റെ മുന്നിലാണ് നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും അത് അങ്ങനെ ഒരു ആവേശത്തിൽ അന്ന സമയത്ത് പറഞ്ഞു വരുന്നത്, അതല്ലാതെ മനഃപൂർവ്വം വോട്ടർമാരെ കൊണ്ട് ചേർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ലല്ലോ. എന്റെ സുഹൃത്തെ, ഞാൻ പോസിറ്റീവായിട്ട് ചോദിച്ചത്. ഞാൻ പോസിറ്റീവ് ഉത്തരം പറഞ്ഞ ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഒരു ചാനൽ എന്നോട് ചോദിക്കുന്നു, ഒരാൾ മലപ്പുറത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു, സുരേഷ് ഗോപിയുടെ ഫാമിലി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ കാശ്മീരിൽ നിന്ന് ആഗ്രഹമുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വന്ന് ഒരു വർഷം താമസിക്കാം, പെർമനൻ്റ് അഡ്രസ്സാക്കി ഒരു വർഷം താമസിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ കാശ്മീരിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ചോദിച്ച എന്നോടാണല്ലോ ചോദിച്ചേ, എന്നോടാണ് ചോദിച്ചത്. ഒരു മിനിറ്റ്, അവിടെ നിൽക്ക്, എന്നോടാണ് ചോദിച്ചത്. ഗോപാലകൃഷ്ണ ശരിയാണോ? ഞാൻ പറഞ്ഞു, എന്നോടൊരാൾ പറയാണ്, കാശ്മീരിലെ ആള് എന്നോട് എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ വോട്ട് ചെയ്യണം. ഞാൻ അവരോട് പറയും, വന്നോളൂ, ഒരു വർഷം ഇവിടെ താമസിച്ചോളൂ, ഇവിടെ എന്റെ വീട്ടിൽ താമസിച്ചോ, ഇല്ല ഇവിടെ താമസിച്ചോ, എന്നിട്ട് ഇവിടെ ഒരു വർഷം താമസിച്ച് പെർമനന്റ് ഡ്രസ്സായിട്ട് ഇവിടെ താമസിച്ച് കോട്ടെ. അതാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമം. അത് കഴിഞ്ഞിട്ട് അവര് ഇവിടെ താമസിക്കാം, അവർക്ക് താമസിക്കാം. എന്ത് അതാണ് 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 ഇലക്ഷൻ അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം. ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി പറന്നു വന്ന് ജില്ലയിലിരുന്ന് വോട്ട് ചെയ്യുന്നത് അത് ഫേക്ക് ആയിട്ടുള്ള പരിപാടിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല.